പറഞ്ഞടി മോളെ? വല്ലതും ജോലി വല്ലതും ശരിയായ? എവിടെ ശരിയാവാനാ? എങ്ങും ശരിയായിട്ടില്ല. എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് ദിവസം കഴിയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കടക്കാരോട് എന്ത് പറയും? അവരോട് ഓരോ അവധിയും പറഞ്ഞ് ഞാൻ മടുത്തു. ഞാൻ അത് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. മനഃപൂർവ്വം അല്ലല്ലോടി. ജോലി ശരിയാകുമ്പം കൊടുക്കും. എന്ത് ചെയ്യാനാ? ഇവനിവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു മാസം പോലും എനിക്ക് അവിടുന്ന് ജോലി ചെയ്യാൻ പറ്റിയ. അപ്പോൾ അവിടെ കുറേ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ. നീ അവൻ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, സമാധാനം കെടുത്തി സംസാരിക്കരുത്. സമാധാനത്തോടെ വേണം സംസാരിക്കാനായിട്ട്. കണ്ണെത്താ ദൂരത്ത് കിടക്കുന്നതാ. നിന്നെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് വിളിക്കുന്നതാ. നീ ഇങ്ങോട്ട് കടക്കാരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞാൽ അവനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ശരിയാവോടി മോളെ. എല്ലാം ഒന്ന് ശരിയാൻ വരാൻ വേണ്ടി ആദ്യമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. പിന്നെ അതൊക്കെ അങ്ങ് നേരെ ആയിക്കോളും. അല്ലാതെ വെറുതെ അവൻ വിളിക്കുമ്പോൾ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ കടം മേടിച്ചോണ്ട് ഇവിടുന്ന് പോയെന്നൊക്കെ. നീ പിന്നെ കൂടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, വെറുതെ അവൻ്റെ സമാധാനം കളയാനായിട്ടൊക്കെ. നീ വാ. ഉമ്മ ഉമ്മ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പം റസിയയുടെ മാറ്റം? മറ്റേത് അങ്ങനെ അല്ലായിരുന്നല്ലോ അവള്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളുടെ സ്വഭാവത്തിനൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. അവിടുന്ന് ആ സ്വർണ്ണമൊക്കെ മേടിച്ച് പണയം വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇപ്പോൾ അവിടെ സംസാരത്തിനും പെരുമാറ്റത്തിനൊക്കെ ഭയങ്കര മാറ്റമുണ്ട് എന്നോട്. മാറ്റമോ? എന്ത് മാറ്റം? അല്ല തന്നെ ഒരു പൊട്ടത്തി ആ പെണ്ണ്. ആ പെണ്ണ് എന്തോ കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് തന്നെ ഇല്ല. ഒരുമാതിരി വിരളി പിടിച്ച് നടക്കും ആ പെണ്ണ്. അവളെന്തെങ്കിലുമൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നിയതായിരിക്കും ഒരു മോളെ, അല്ലാതെ ഒന്നും കാണത്തൊന്നുമില്ല. നീ വെറുതെ അതും ഇതും ഇരുന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. അവളെന്തെങ്കിലും കാണിച്ചപ്പോൾ എനിക്ക് നിനക്ക് തോന്നിയതായിരിക്കും ഒരു മോളെ. നീ വെറുതെ ഓരോന്ന് കൂട്ടിച്ചേർക്കണ്ട. നീ കയറി വാ. ആ നജി, തുണിയൊക്കെ കഴുകിയിട്ടായിരുന്ന നീ? ഞാൻ തുണിയൊക്കെ രാവിലെ തന്നെ കഴുകിയിട്ടല്ലോ. ഇപ്പം അതൊക്കെ ഉണങ്ങി കാണും. എന്താടി? ഷോ, ഇതേ അലമാരി ഇരുന്നതാ. കുറേ കാലമായി ഞാൻ ഈ ചുരിദാറൊക്കെ ഉപയോഗിച്ചിട്ട്. എടുത്തു നോക്കിയപ്പോൾ ഒരു പൂത്ത മണം. അപ്പോൾ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊന്നല്ല ഒന്ന് കഴുകിയിട്ടേക്കാവൂ നീ? ആ, ഇനിയിപ്പോൾ നാളെ ആവട്ടെ. നാളെ ആകുമ്പം കഴുകാമല്ലോ. ഇനിയിപ്പം ഉച്ചയൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ നാളെ കഴുകാം. നാളെ നീ കൊണ്ട് തന്നാൽ മതി. ഇന്ന് കഴിയല്ല, എന്താ കുഴപ്പം? രാവിലെ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ തുണിയൊന്നും കഴുകാൻ പറ്റത്തില്ലേ? ഈ നാളത്തെ മട്ട എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. മഴയാണോ വെയിലാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. ഇതിപ്പോൾ കഴുകിയിട്ടാൽ ഇപ്പോൾ ഉണങ്ങി കിട്ടും. പിന്നെ വാഷിംഗ് മെഷീൻ ഇടണ്ട കേട്ടോ. കൈകൊണ്ട് തന്നെ ഞെരടി കഴുകണം. കാരണം ഇതിൻ്റെ ചെറിയ നൂലങ്ങനെ വലിഞ്ഞു പോയാൽ പിന്നെ ഒരു കാശിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടതാ നീ എനിക്ക്. ഇത് നിന്റെ തുണിയല്ലേ, അത് നിനക്ക് തന്നെ അങ്ങ് കഴുകിയാൽ പോരെ. അവളെ പറഞ്ഞാൽ തന്നെ ഇത് ഏൽപ്പിക്കുന്നത്. ഞാൻ കഴിയാന്. എനിക്ക് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര നടുവേദന. മരുന്നൊക്കെ ഇട്ടിട്ടിരിക്കുക. ഇനി തുണിയുടെ കഴുകുമ്പോഴത്തേക്ക് കൂടിയാലും വിചാരിച്ചേട്ടാ. പിന്നെ അളിയൻ വിളിച്ചായിരുന്നോ? ജോലിയുടെ കാര്യം എന്തെങ്കിലും ശരിയായോ? എനിക്ക് എപ്പോൾ എടുത്ത് തരും? ഇപ്പം 5-6 മാസമായി. അത് പലിശ കയറി പോവോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഉം. നീ ആ തുണി അവിടെ ഇട്, ഞാൻ കഴുകിയിട്ടോളാം. ഉം. ഇപ്പം എനിക്ക് നല്ല സുഖമാണ്. ഏയ്, എനിക്കിപ്പോൾ രാവിലെ എണീക്കുക, വല്ലതും കഴിക്കുക, പിന്നെയും വന്ന് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ജോലി എനിക്കില്ല. ഉം. അതിപ്പോൾ സ്വർണ്ണ ഇപ്പം അവരുടെ കയ്യിലല്ലേ അമ്മ? അയാൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഉം. ആ, അയാളുടെ ഏതൊരു കൂട്ടുകാരനാണ് കൊണ്ടുപോയത്. വലിയ ഏതാണ്ട് കമ്പനിയിൽ ജോലിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കൂടി ഒരു 10-15 ദിവസം അങ്ങാണ്ട് ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കിടക്കുക. അവിടെ ഇപ്പോൾ ജോലിയും കൂലിയില്ലാതിരിക്കുക. ആ, എൻ്റേത് മാത്രമല്ല, പലരുടെ നിന്ന് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ചോദിച്ചിട്ടില്ല ഇതോർക്കും. അതെങ്ങനെയാ അമ്മ ചോദിക്കുന്നത്? ജോലിയൊന്നും ആയിട്ടില്ല, അവരെവിടെ നിന്ന് എടുത്ത് തരാനാ? ഞാനിത് ചോദിക്കുന്ന അറിഞ്ഞാൽ എനിക്കോ കൊല്ലും. ആ, ഞാൻ ചോദിച്ചൊക്കെ തുടങ്ങുമ്പോൾ ഒന്നും കൂടെ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടാവും അവർക്ക് എന്നോട്. ഉം. ആ, ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അമ്മ വെച്ചോ. ഉം. ഏജി,
നെജിയേ, എന്താടി? എന്തിനാ വിളിച്ചത് നീ? ഈ മാസത്തെ പലരിക്കടയിലെ പറ്റുകാശാണ് 15,000 രൂപ. ഇതെന്തോന്നാ ഇത്? നിങ്ങളിത് എന്ത് ചെയ്യുക ഇത്? ചുമ്മാതെ കിട്ടുന്നതൊന്നുമല്ല, മാസം തോറും കാശ് വേണ്ടി കൊടുക്കേണ്ടതാ ഇത്. നോട്ടവും മാട്ടവും ഒന്നും ഇല്ലാതെ ഓരോന്ന് വലിച്ചു വാരി ഓരോന്ന് ചെയ്തോളും. ഇനി മുതലേ നിങ്ങളാരും പോണ്ട കടയിൽ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജനം മേടിച്ചോളാം. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇനി അടുത്തത് പാലുകാരന്, മീൻകാരന് ഒക്കെ ഒരുപാട് ഇനിയുണ്ട്. കറണ്ട് ബില്ല്, ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ ചിലവാക്കണം. ഇത് ചുമ്മാതെ കിട്ടുന്നൊന്നുമല്ല, ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഇത്രയും പേരുടെ ചിലവും കാര്യങ്ങളും നോക്കുമ്പോഴേ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ചുമ്മാ കിട്ടുമെന്ന് പറഞ്ഞ് വലിച്ചു വാരി ഓരോ കാര്യങ്ങൾ ചെയ്തോളും. ഉഫ്. ചേടാ, ഈ പണിയത് ഇതെന്ത് പറ്റിയത്? കടയിൽ ഇതിലും വലിയ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവിടെ ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അവനെ പേടിച്ച് എന്തെങ്കിലും പറയുന്നതല്ലാതെ. ഇതിപ്പോൾ ഇവക്ക് എന്താണ് ഇങ്ങനെ പറ്റിയത്? നീ പറഞ്ഞതിപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുമാതിരി കൊച്ചമ്മ ചമയിലും സംസാരങ്ങളും ഒക്കെ അവിടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാനും നീയും ഒക്കെ ഇവിടെ അഭ്യർത്ഥന തേടി വന്നിരിക്കുകയാണെന്ന്. ഇതെൻ്റെ മോൻ കഷ്ടപ്പെടുന്നതല്ലേ, അല്ലാതെ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നും അല്ലല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലേ. ഇവിടെ അങ്ങ് ഭരണം കൂടിക്കൂടി വരുന്നു. പൊട്ടത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടച്ചപ്പോഴത്തേക്ക് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. തുടക്കത്തിൽ തന്നെ ഇവിടെ വാല് മുറിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവളങ്ങ് പോയി. ഇത് വിട്ടാൽ പറ്റത്തില്ല. ഞാൻ ഏതാണ്ട് പറഞ്ഞിട്ട് വരട്ടെ, അല്ലാതെ ശരിയാവത്തില്ല. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞേ അമ്മ അവള്. ഉമ്മന് ചോദിക്കാനും പറയാനൊന്നും പോകുന്നും വേണ്ട. നമുക്ക് മനസ്സിലാവത്തില്ല. ഇതിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെയാണല്ലോ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഉമ്മനെ ചോദിക്കാനും പറയാനായിട്ടും ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല. നേജി, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ സ്വർണ്ണം എടുത്തു തരണം. ഇതിപ്പോൾ മാസം 5 കഴിഞ്ഞിട്ടുണ്ട്. ആകപ്പാട് എനിക്കുള്ള സ്വർണ്ണങ്ങളാണ്. തട്ടുകാത് വരെ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഊരി തന്നിരിക്കുന്നത്. അതിൻ്റെ പലിശ പോലും നിങ്ങൾ അടയ്ക്കുന്ന പോലുമില്ല. അതങ്ങനെ ഇരുന്നാലേ അത് പലിശ കയറിപ്പോകും. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് സ്വർണ്ണം എടുത്തു തന്നേ പറ്റത്തുള്ളൂ. ഇത് ഞാനും കൂടെ അനങ്ങാതെ ഇരുന്നാലുണ്ടല്ലോ ശരിയാവത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് സ്വർണം കിട്ടിയേ പറ്റത്തുള്ളൂ. ഇതെന്ത് ഇത്ര പെട്ടെന്ന് എനിക്ക് സ്വർണം വേണമെന്ന് പറയുന്നത്? അവനിക്ക് ജോലി ശരിയായില്ലല്ലോ. അവനിക്ക് ജോലി ശരിയായി ഉടനെ തന്നെ നിന്റെ സ്വർണ്ണം എടുത്തു തരും. അല്ലാതെ ഇപ്പം ഇങ്ങോട്ട് ജോലിയും വേലയില്ലാതെ എടുത്തപ്പോൾ സ്വർണ്ണം എടുത്തു തരാൻ പറഞ്ഞാൽ അവർ എവിടെ നിന്ന് എടുത്ത് തരും? നീ എന്താ ഈ ഒന്നും അറിയാത്ത രീതി വർത്താനം പറയുന്നത്? ജോലി ശരിയായില്ലല്ലോ, നീ ഇവിടെ തന്നെ ഉള്ളതല്ലേ. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് സ്വർണ്ണം എടുത്താരെന്ന് പറഞ്ഞാൽ അവരെ എവിടെ നിന്ന് എടുത്തു തരാനാ? ഉമ്മ അടുത്തല്ലല്ലോ സ്വർണം ചോദിച്ചത്. ഉമ്മാക്ക് ഞാൻ സ്വർണം തന്നിട്ടുമില്ല. അപ്പോൾ ഉമ്മ അല്ല മറുപടി പറയേണ്ടത്, അവളാ മറുപടി പറയേണ്ടത്. ഉമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്മ. 5-6 മാസമായില്ലേ ഞാൻ ആ സാധനം എടുത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഞാനിത് അനങ്ങാതിരുന്നത് പലിശ കയറിപ്പോകും. അതുകൊണ്ട് ഉമ്മ സംസാരിക്കേണ്ട, അവർ പറട്ടെ മറുപടി. അവരല്ലേ കൈ നീട്ടി മേടിച്ചത്. അവൾക്ക് പകരം ഞാൻ പറഞ്ഞാലും മതിയല്ലോ. അവിടെ ഉമ്മയല്ലേ ഞാൻ. ഇപ്പം അവരെ കൊണ്ട് യാതൊരു നിവൃത്തിയിലെടുത്തരാം. ഞാനേ നിന്റെ കെട്ടിയവനെ ഒന്ന് വിളിക്കട്ടെ. അവനും കൂടെ അറിഞ്ഞിട്ട് തന്ന സ്വർണ്ണമല്ലേ. ഇപ്പം എന്താണ് ഇത്ര അത്യാവശ്യമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അവനോട്. എന്നിട്ട് നിന്റെ സ്വർണം എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം. എൻ്റെ ഇക്കാടാൻ തീരുമാനം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇക്കാക്കിനകത്തും യാതൊരു നീ വേണേൽ ചോദിച്ച് മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ സ്വർണം കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന് ഉമ്മ കയറിച്ചാലും നാത്തും കയറിച്ചാലും എനിക്കൊന്നുമില്ല. അത് പലിശ കയറിയപ്പോൾ സമ്മതിക്കത്തില്ല ഞാൻ. ഉമ്മ, ഞാൻ പറഞ്ഞോളാം. അവളെ എനിക്കല്ലേ സ്വർണം തന്നത്. എനിക്കറിയാമല്ലോ ഇടിക്കാൻ പോയിട്ട് അടുത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഉദ്ദേശിച്ച ജോലിയോ കിട്ടിയില്ല. ഒരു മാസം പോലും ആ ജോലിക്ക് ചെയ്യാനോ പറ്റിയിട്ടില്ല. അപ്പം തന്നെ അവിടെ വാക്കും തർക്കങ്ങളൊക്കെ ആയില്ലേ. നിൻ്റെത് മാത്രമല്ല, ഒരുപാട് പേർക്കുണ്ട് പൈസ കൊടുക്കാനായിട്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാണ്. നീ വിഷമിക്കണ്ട. നിൻ്റെ സ്വർണത്തിൻ്റെ കാര്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യോളാം. ഞാൻ ഇക്കാന്ന് വിളിക്കട്ടെ. നീ വിഷമിക്കണ്ട. ആ, എനിക്ക് നല്ല തലവേദനയുണ്ട്. നാത്തൂനൊരു ചായ ഇട്ടുണ്ട് തനിക്ക്. ഞാൻ റൂമിൽ കാണും. ഇനി നീ എന്ത് ചെയ്യൂടി മോളെ? ഇവളെന്താണ് ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത വർത്താനമൊക്കെ പറയുന്നത്? ഇപ്പം അവൾക്ക് സ്വർണം കിട്ടിയിട്ട് ഇപ്പം അവൾക്ക് എന്ത് എടുക്കാനാണ്? ഇത് എന്തൊരു പെണ്ണാണിത്? ഒട്ടും മനസാക്ഷിയില്ലാത്തൊരു പെണ്ണാണല്ലോ. എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഒരുമാതിരി പിരിയേറ്റിയതുപോലെ വന്ന് വർത്താനം പറയുക. ഇനി എവിടെ ചെന്ന് ചോദിക്കൂടി? ഞാനൊരു തീരുമാനം കണ്ടിട്ടില്ല അമ്മ. അവളെ ചുമ്മാ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ?
ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു. ഇച്ചിരി വിഷം വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും കഴിച്ച ആർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും കടവും മേടിച്ച് ജോലിയും ശരിയായ അതുമില്ല. ചോദിക്കുന്നിടത്തൊക്കെ മറുപടി പറഞ്ഞ് കൊടുത്ത് ഞാൻ മതിയായി. ഞാനത് വിളിക്കാമെന്ന് വിളിക്കട്ടോ മാ. നീ ഇതെവിടെ പോയിരുന്നടി മോളെ? നീ ഒരു പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇത്രയും സമയമായല്ലോ. എവിടെ പോയിരിക്കുമായിരുന്നു നീ? അതൊക്കെ ഞാൻ പറയാം. ഡ്രസ്സി എന്തേമ്മ? അവളവിടെ കാണും റൂമിൽ കൊച്ചമ്മ. നീ വിളിക്ക്. നിന്നെ വിളിച്ചത് കാര്യം ഉണ്ടായിട്ട് തന്നെ. നാ നിൻ്റെ നിന്ന് മേടിച്ച സ്വർണം എല്ലാം ഉണ്ട്, നോക്കിക്കോ. അല്ല, അളിയന് ജോലിയൊക്കെ ശരിയായോ? പറഞ്ഞ ജോലി തന്നെ? ജോലിയൊക്കെ ശരിയായി. നീ ചോദിച്ചതിൻ്റെ രണ്ടിനന്ന് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അറിയേണ്ടതെന്ന് കടം മേടിച്ചാണ് എനിക്ക് പൈസ അയച്ചു തന്നിരിക്കുന്നത്. നിൻ്റെ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. നിൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഇനിയുണ്ട് ഞങ്ങൾക്ക് കടങ്ങളൊക്കെ. എന്തായാലും ഞാനൊരു 3-4 മാസം വരെ ഞാനിവിടെ കാണും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു വീടെടുത്തിട്ട് മാറും, എറക്കുറ്റിക്ക് തന്നെ. കുറച്ച് പേരുടെ കടങ്ങളുണ്ട്. അതുവരെ നീ സഹിച്ചേ പറ്റത്തുള്ളൂ. നീ ഈ സ്വർണത്തിൻ്റെ പേരിലാണ് എൻ്റെ അടുത്ത് ഒരുപാട് അധികാരം കാണിച്ചെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇനി വലിയ അധികാരമൊന്നും കാണിച്ചുകൊണ്ട് വരണ്ട. ഇതെൻ്റെ വീടാണ്. ഈ 5-6 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഇക്ക വരുന്നത് ഞാനിവിടെ നിന്നെന്നും വരും. നിന്നെ പേടിച്ചിട്ടൊന്നും ഓടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിൻ്റെ കെട്ടിനും വിളിക്കുമ്പോൾ പറഞ്ഞേരെ നിൻ്റെ സ്വർണ്ണം എടുത്ത് ഞാൻ തന്നിട്ടുണ്ടെന്ന്. ചോദിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ വല്ല അധികാരമൊന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കിത് എവിടെ നിന്നാണ് ഈ സ്വർണ്ണം എടുക്കാൻ പൈസ? നീ ഒരു വാക്കിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. പൈസ ഒക്കെ എവിടെ നിന്ന് കിട്ടാനമ്മ? ഇക്കാക്ക് ജോലിയൊന്നും ശരിയായിട്ടൊന്നുമില്ല. അതിന് ഏതാണ്ട് ശരിയാവുന്നേ എനിക്കൊരു പിടിയുമില്ല. പിന്നെ അവിടുത്തെ പറഞ്ഞത് അത് ചുമ്മാതെ പറഞ്ഞതാ. അവൻ അയച്ചു തന്നതാ. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കടം മേടിച്ച് അയച്ചു തന്നതാ. ഇനി അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട, അവൻ കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ ഇന്നലെ എനിക്ക് അക്കൗണ്ടിൽ ഇട്ടുതന്നതാണ്. ഇന്ന് തന്നെ പൈസ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് ജോലി എന്തെങ്കിലും അവനിന്ന് ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇക്ക അങ്ങോട്ട് പോകും. ഇവിടെ അറിയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അവിടെ ഹുങ്കൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി വലിയ അധികാരമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അത് നന്നായി. ഇപ്പം അവിടെ വാലും കുറഞ്ഞ മട്ടാണ്. ഇനി നീ അവളെ വലിയ അധികാരമൊന്നും കാണിക്കത്തില്ല. വലിയ ഇതായിരുന്നു സാമ്പ്രത്യം. എന്നാലും അത് കഴിഞ്ഞ് കിട്ടിയല്ലോ. ഞാൻ അവനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാ. എന്തായാലും ആങ്ങളും പെങ്ങളും കൂടെ കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തല്ലോ. മന്ന ബുദ്ധി.